ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ കാത്തിരിക്കുന്ന ആ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്കൊരു കോളോ ഒരു മെസ്സേജൊക്കെ നിങ്ങൾക്ക് കിട്ടുമോ എന്നുള്ളൊരു കാര്യമാണ് നമ്മളോട് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നത്, ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസൊനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസൊനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസൊനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി ആരും റെസൊനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്, സ്കിപ്പ് ചെയ്ത് പോവാം. നിങ്ങളുമായിട്ട് റെസൊനേറ്റ് ചെയ്യുന്നില്ല എന്ന് തോന്നുന്ന സമയത്ത് വീഡിയോ സ്കിപ്പ് ചെയ്ത് പോവാം. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് നിങ്ങൾ കാത്തിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ആ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്കൊരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു കോള് കിട്ടുമോ എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. നിങ്ങൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഒത്തിരി സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സണിൽ നിന്ന് ഇപ്പോൾ നിങ്ങൾ നോ കോണ്ടാക്റ്റിലായിരിക്കാം. അപ്പോൾ ആ ഒരു പേഴ്സണിൽ നിന്ന് നിങ്ങൾക്കൊരു മെസ്സേജോ കോളോ ഒക്കെ വരാനുള്ള ചാൻസസ് ഉണ്ടോ എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് കാർഡ് ഇത് ഫുൾ കാർഡാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഓക്കെ, 7 ഓഫ് പെന്റക്കിൾസ്, നൈറ്റ് ഓഫ് വാൻഡ്സ്, കിങ് ഓഫ് സോർഡ്സ്, 3 of cups and 6 of cups. Okay, then 5 of pentacles, 5 of cups, the empress card, page of cups, 9 of swords, ക്യൂൻ ഓഫ് കപ്സ്. അപ്പോൾ ഇത്ര കാർഡുകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമുക്ക് മാസ്റ്റർ കാർഡ് നോക്കാം. ഓക്കെ, 7 ഓഫ് വാൻഡ്സ് ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. ഈ ഒരു സ്പ്രെഡിനകത്ത് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് നിങ്ങൾക്കൊരു കോളോ ഒരു മെസ്സേജോ ഒക്കെ കിട്ടാനുള്ള ചാൻസസ് ഉണ്ടോ എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് കാർഡ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് ഫുൾ കാർഡാണ്. ഫുൾ കാർഡ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ ഒരു ന്യൂ ബിഗിനിങ്ങിന്റെ കാർഡാണ് എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ തമ്മിലൊരു സെപ്പറേഷനിലാണ്, നിങ്ങൾക്കൊരു ഡിസ്റ്റൻസിലാണ്, ഒരു മെസ്സേജോ ഒന്നും തന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ തമ്മിൽ ഇല്ല എങ്കിൽ അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ആവുന്നു, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും ഒരു പുതിയ ബിഗിനിങ്ങിലേക്ക് പോകുന്നു, ഒരു പുതിയ സ്റ്റാർട്ട് വരുന്നു എന്ന് തന്നെ നമുക്ക് ഈ ഒരു കാർഡിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ എസ് എന്ന് തന്നെ നമുക്ക് ഡയറക്റ്റ് മെസ്സേജും കിട്ടുന്നുണ്ട്. നിങ്ങൾക്കൊരു കോളും മെസ്സേജും വരും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ആ ഒരു പേഴ്സൺ ഇത്രയും നാൾ നിങ്ങളുടെ അടുത്ത് കുറെ കാര്യങ്ങൾ മറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങളോട് പറഞ്ഞിരുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ അവർ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട്, അതായത് എല്ലാം തുറന്നു പറയാതെ കുറച്ച് കാര്യങ്ങൾ മാത്രം പറയുന്ന അവസ്ഥ, ആ രീതിയിലൊക്കെ ആയിരുന്നെങ്കിൽ അതെല്ലാം മാറ്റിക്കൊണ്ട് വളരെ ഇന്നസെന്റ് ആയിട്ട് നിങ്ങളുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാനുള്ള ഒരു ധൈര്യം ആ ഒരു പേഴ്സൺ വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു വളരെ ഇന്നസെന്റ് ആയിട്ട് ഒരു ഓപ്പൺ ബുക്ക് പോലെ നിങ്ങളുടെ മുന്നിൽ നിൽക്കാനായിട്ട് ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നു എന്നുള്ളത് നമുക്കിവിടെ മനസ്സിലാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ നമുക്ക് വരുന്നത് 7 ഓഫ് പെന്റക്കിൾസിന്റെ ഒരു കാർഡാണ്. അതായത് ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒത്തിരി സമയം നിങ്ങൾക്ക് ഒരു സക്സസ് കിട്ടും, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നല്ല രീതിയിൽ ഈ റിലേഷൻഷിപ്പ് വരും എന്ന് കരുതി നിങ്ങൾ പ്രതീക്ഷയോടെ ഒത്തിരി നാൾ നോക്കി നിന്നിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണിത്. നിങ്ങൾ ഒത്തിരി എഫേർട്ട് ഇട്ടു, ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾ കഷ്ടപ്പെട്ടു, നിങ്ങൾ തന്നെ അവർ ഒന്നും ചെയ്യാതിരുന്ന സമയത്ത് പോലും ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ തന്നെ ഇതിനായിട്ട് മുൻകൈ എടുത്ത് പലപ്പോഴും ഇതിൽ നിന്നിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. അപ്പോൾ ഓക്കെ, നിങ്ങൾ ഇതിന് ഒരു റിസൾട്ടും കിട്ടിയില്ല, അപ്പോൾ ഇനിയും അങ്ങനെ ഒരു റിസൾട്ടും കിട്ടില്ല എന്ന രീതിയിലായിരിക്കാം നിങ്ങൾ ഇരിക്കുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് ഒരു ന്യൂ ബിഗിനിങ് സ്റ്റാർട്ട് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇനിയും നിങ്ങൾ ഒരുമിച്ച് ചേർന്ന് നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ ഒക്കെ വന്ന് ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്ന സമയത്തും നിങ്ങൾ ഒരിക്കലും ഒരു പെട്ടെന്നുള്ള ഒരു റിസൾട്ട് പ്രതീക്ഷിക്കരുത് എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ കുറേ എഫേർട്ടൊക്കെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇട്ടിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ ഒരു എഫേർട്ട് ഇട്ടതിനൊരു റിവാർഡ്, ഒരു സക്സസ് ഒന്നും ഇതുവരെ കിട്ടിയില്ല എങ്കിൽ നിങ്ങൾ പെട്ടെന്ന് ആ ഒരു സക്സസ് നിങ്ങളിലേക്ക് വരില്ല, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ ഒരു റിവാർഡ് അല്ലെങ്കിൽ നിങ്ങൾ ഇട്ട എഫേർട്ടിനുള്ള ഒരു റിവാർഡ് നിങ്ങൾക്ക് കിട്ടാനായിട്ട് കുറച്ച് താമസമുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് വരുന്നത് നൈറ്റ് ഓഫ് വാൻഡ്സിന്റെ ഒരു കാർഡാണ് പിന്നെ വരുന്നത്. അപ്പൊ ഈ ഒരു നൈറ്റ് ഓഫ് വാൻഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു എനർജി, പാഷനേറ്റ് ആയിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്, വളരെ സ്നേഹത്തോടെയുള്ള ഒരു എനർജി. അപ്പോൾ ശരിക്കും നിങ്ങൾ
ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു സക്സസ്, അല്ലെങ്കിൽ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത, അപ്പോൾ ഈ ഒരു റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു പ്രതീക്ഷ നഷ്ടപ്പെട്ട ആളുകളായിരിക്കാം. ഇനി ഒരു കോളോ മെസ്സേജോ ഒന്നും ഒരിക്കലും ഉണ്ടാകാനായിട്ട് പോകുന്നില്ല. നമ്മൾ ഇത് പൂർണ്ണമായിട്ടും സെപ്പറേഷനിലേക്ക് പോയ റിലേഷൻഷിപ്പ് വരെ ഉള്ള ആളുകൾ ഈ റീഡിങ് കാണുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇത് കേൾക്കുന്ന സമയത്ത് യാതൊരു പ്രതീക്ഷയുമില്ല. ഇനി ഒരിക്കലും നമ്മൾ ഒന്ന് കാണാനോ സംസാരിക്കാനോ ഉള്ള ഒരു ചാൻസസ് ഇല്ല എന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കാർഡ് വന്നിട്ടുള്ളത്. നൈറ്റ് ഓഫ് വാൻഡ്സ് ഒരു പ്രതീക്ഷ തരുന്ന ഒരു കാർഡാണ്. വളരെ ഒരു സക്സസ്ഫുൾ, നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരു പ്രതീക്ഷയായിട്ട് ആ ഒരു സക്സസ് കടന്നു വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു ആക്ഷൻ, നിങ്ങളുടെ മനസ്സിൽ ഒത്തിരി ഐഡിയാസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും മുന്നോട്ട് കൊണ്ടുവരാനായിട്ട്, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ട കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് ഇവിടെ യൂണിവേഴ്സ് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ മുന്നോട്ടേക്ക് ഈ റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് വന്നു കഴിയുന്ന സമയത്ത് നിങ്ങൾ അതൊക്കെ ആക്ഷനായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്ന് യൂണിവേഴ്സ് ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിനുശേഷം നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് കിങ് ഓഫ് സോർട്സിന്റെ ഒരു കാർഡ് കാണാൻ പറ്റുന്നുണ്ട്. ഒരു കിങ് ഓഫ് സോർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സന്റെ എനർജിയാണ്. അതായത് നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് വളരെ കൂൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതോടൊപ്പം തന്നെ ഒത്തിരി സെൽഫ് ഡിസിപ്ലിൻ ഒക്കെ ഉള്ള ഒരു പേഴ്സൺ ആണ്. ഇന്റലിജന്റ് ആയിട്ടുള്ള നല്ല ബുദ്ധിയുള്ള ഒരു പേഴ്സൺ ആണ്. അതോടൊപ്പം തന്നെ സത്യസന്ധനാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള മൈൻഡ് ഉള്ള ഒരു പേഴ്സൺ ആണ്. ഇതൊക്കെയാണ് നമുക്ക് നിങ്ങളുടെ പേഴ്സന്റെ ഒരു എനർജി നോക്കുമ്പോൾ മനസ്സിലാകുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് ഇവിടെ മനസ്സിലാകുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സൺ വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള രീതിയിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഇമോഷൻസിനേക്കാളും ഓവറായിട്ട് അവർ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ച കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പേഴ്സൺ ആണ് എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാകുന്നത്. അപ്പം എന്താണ് ശരി തെറ്റ് എന്നൊക്കെ അവരുടെ മനസ്സിൽ തന്നെ അവർ കാൽക്കുലേറ്റ് ചെയ്ത് എല്ലാത്തിനെ കുറിച്ചും ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പേഴ്സൺ എന്ന് വേണമെങ്കിൽ പറയാം. അവരുടെ എനർജി അങ്ങനെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ വരുന്നത് ത്രീ ഓഫ് കപ്സിന്റെ ഒരു എനർജിയാണ്. ത്രീ ഓഫ് കപ്സ് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ സെലിബ്രേഷൻ, ഫ്രണ്ട്ഷിപ്പ്, ആ ഒരു കൊളാബറേഷൻ, ഒരുമിച്ച് ചേരൽ, അതാണ് റീയൂണിയൻ സെലിബ്രേഷൻ ആണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങൾ ഒരു കമ്മ്യൂണിക്കേഷന് വരികയും പിന്നീട് അതൊരു റീയൂണിയനിലേക്ക് പോകും, ഒരു സെലിബ്രേഷൻ ഉണ്ടാകും. ഇതൊക്കെ തന്നെയാണ് ആ പാസ്റ്റിൽ ഉണ്ടായിരുന്ന ആ ഒരു ലൈഫിലേക്ക് എങ്ങനെയായിരുന്നു, എത്ര ഹാപ്പി ആയിട്ടാണോ നിങ്ങൾ ഉണ്ടായിരുന്നത്, ആ ഒരു ഹാപ്പി ടൈമിലേക്ക്, ആ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലേക്ക്, ആ ഒരു നല്ല എനർജിയിലേക്ക് നിങ്ങൾ തിരിച്ചു വീണ്ടും പോകും എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് 6 ഓഫ് കപ്സിന്റെ ഒരു എനർജി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു റീയൂണിയനിലേക്ക് പോയതിന് ശേഷം വീണ്ടും ആ ഒരു പാസ്റ്റിൽ നിങ്ങൾ എത്ര സന്തോഷത്തിലായിരുന്നോ ആ കാര്യത്തിലേക്ക് റീവിസിറ്റ് ചെയ്യും എന്നുള്ളതാണ് യൂണിവേഴ്സ് നമുക്കിവിടെ പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടായിരിക്കാം പല റിലേഷൻഷിപ്പും ഇപ്പോൾ ഒട്ടും ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ അവർ തമ്മിലുള്ള ആ ഒരു എത്ര കണക്ഷനിലിരുന്ന ആളുകളാണോ അവര് സെപ്പറേഷനിലേക്ക് പോയി. അങ്ങനെ സെപ്പറേഷനിൽ പോയപ്പോഴും പലപ്പോഴും നിങ്ങൾ ആ പഴയ സമയത്ത് ആ ഒരു പാസ്റ്റിൽ വളരെ ഹാപ്പി ആയിരുന്ന മെമ്മറീസ് നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ടാകാം. അപ്പൊ അതൊക്കെ ഇനി എന്തെങ്കിലും തിരിച്ചു വരുമോ എന്ന് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും ഒക്കെ ചിന്തിച്ചിട്ടുണ്ടാവാം. അപ്പൊ ആ ഒരു സമയത്തിലേക്ക് ആ ഒരു സന്തോഷകരമായ നിങ്ങൾ കടന്നു പോയിട്ടുള്ള ആ സെയിം സന്തോഷവും കാര്യങ്ങളും ആളുകളും ഒക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വീണ്ടും തിരികെ വരും എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും റീബിൽഡ് ചെയ്യാനായിട്ട് നിങ്ങളുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആരോ ഈ ഒരു റിലേഷൻഷിപ്പിൽ കയറി വരുന്നുണ്ട്, നിങ്ങൾക്കിടയിലേക്ക് കയറി വന്നിട്ട് അവരുടെ ഒരു ഹെൽപ്പോടുകൂടി ഇത് വീണ്ടും റീകണക്ട് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ചാൻസസ് ആണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, പിന്നെ നമ്മളിവിടെ നോക്കുമ്പോൾ നമുക്ക് 5 ഓഫ് പെന്റക്കിൾസിന്റെ ഒരു കാർഡ് വരുന്നുണ്ട്. അപ്പം ഇവിടെ ഒരു നെഗറ്റീവായിട്ടുള്ള കുറേയേറെ കാര്യങ്ങൾ നിങ്ങളെ ചുറ്റിപ്പറ്റി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ എങ്കിലും പ്രതീക്ഷ കൈവിടാതെ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കണം എന്നാണ് യൂണിവേഴ്സ് നമുക്കിവിടെ പറഞ്ഞു തരുന്നത്. അതായത് ഒത്തിരി തടസ്സങ്ങൾ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിനെ തട്ടിമാറ്റി, നിങ്ങളുടെ പേഴ്സണെ നിങ്ങളിൽ നിന്ന് തട്ടിമാറ്റി കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുമ്പോഴും പ്രതീക്ഷ കൈവിടാതെ ഒരു ചെറിയ എഫേർട്ടെങ്കിലും ഇതിനു വേണ്ടിയിട്ട് ഇട്ട് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ നിൽക്കണം. ആ ഒരു നെഗറ്റീവായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് ഇപ്പോൾ സെപ്പറേഷനിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളിലൂടെയൊക്കെയാണ് ഇത് കടന്നു പോകുന്നതെങ്കിൽ നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട. ഇതൊരു ഷോർട്ട് ടൈം പീരീഡിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് ആ ഒരു ഇനി ചിലപ്പോൾ അതൊരു ഫൈനാൻഷ്യൽ ലോസ് ആയിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് വന്നിട്ടുള്ള, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു നിങ്ങൾക്ക് സ്നേഹം കിട്ടാതിരിക്കുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ നിങ്ങളെ അവഗണിച്ച് അവർ മാറി നിൽക്കുന്ന ഈ ഒരു കമ്മ്യൂണിക്കേഷൻ തന്നെ തരാത്തൊരവസ്ഥ, ഇതൊക്കെ ഒരു ഷോർട്ട് ടൈം പീരീഡിലേക്ക് നടക്കുന്ന കാര്യമാണ് എന്നാണ് യൂണിവേഴ്സ് നമുക്കിവിടെ പറഞ്ഞു തരുന്നത്. പിന്നെ ഇവിടെ നമുക്ക്
ഫൈവ് ഓഫ് കപ്സിന്റെ ഒരു കാർഡ് വരുന്നുണ്ട്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ വളരെയധികം വിഷമത്തിൽ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ഈ ഒരു പേഴ്സൺ ഒത്തിരി കുറ്റബോധമുണ്ട്. അപ്പൊ നിങ്ങളുടെ പേഴ്സന്റെ ഒരു എനർജി ആയിട്ട് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഈ ഒരു പേഴ്സൺ, നിങ്ങളുടെ പേഴ്സൺ ഒത്തിരി നിരാശ അനുഭവിക്കുന്ന ഒരു സമയമാണിത്. അതായത് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന സമയത്ത് അവർക്ക് ഒട്ടും വിലയില്ലാത്തതായി തോന്നിയിരുന്ന പല കാര്യങ്ങളും, അതായത് ചിലപ്പോൾ നിങ്ങളുടെ പ്രസൻസ് ആയിരിക്കാം, നിങ്ങൾ അവർക്ക് കൊടുക്കുന്ന ഒരു കെയർ ആയിരിക്കാം, അല്ലെങ്കിൽ പലപ്പോഴും നിങ്ങളുടെ ഒരു ആശ്വാസമായിട്ട് നിങ്ങൾ പറയുന്ന വാക്കുകളായിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ ഒരു ചിരി തന്നെയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് സമയം അവരോടൊപ്പം ചെലവഴിക്കുന്ന ആ ഒരു കുറച്ച് സമയങ്ങളൊക്കെ ആയിരിക്കാം. എന്താണെങ്കിലും ആ ഒരു കാര്യങ്ങളൊക്കെ, എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇടയിലുണ്ടായിരുന്ന ആ ഒരു കാര്യങ്ങളൊന്നും ഒട്ടും പ്രീഷ്യസ് ആയിട്ടോ അല്ലെങ്കിൽ അതൊരു കാര്യമായിട്ടോ ഇവർ കണ്ടിരുന്നില്ല. പക്ഷെ ഈ ഒരു സമയത്ത് ആ ഒരു കാര്യങ്ങളൊക്കെ ഇനി എൻ്റെ ലൈഫിൽ ഉണ്ടാകുമോ എന്ന് വരെ അവർ ചിന്തിക്കുകയാണ്. അത്രയേറെ നിങ്ങളെ ആ ഒരു പേഴ്സൺ മിസ് ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. പിന്നെ അതൊക്കെ ആ ഒരു സമയത്ത് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാനായിട്ട് അവർക്ക് കഴിഞ്ഞിരുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്നേഹവും കെയറും ഒന്നും അവർ മനസ്സിലാക്കിയിരുന്നില്ല. അതൊക്കെ ഓർത്തിട്ട് ഈ ഒരു സമയത്ത് അവർക്ക് ഒത്തിരി കുറ്റബോധം ഉണ്ടാകുന്നു, നിരാശ തോന്നുന്നു എന്നൊക്കെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതായിരിക്കാം വീണ്ടും ഈ ഒരു കമ്മ്യൂണിക്കേഷനിലേക്ക് ഇവരെ കൊണ്ടുവന്ന് എത്തിക്കുന്നത് എന്ന് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ദ എംപ്രസ് കാർഡ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇത് ഒരു അവരുടെ അവരുടെ മനസ്സിന്റെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സൈഡാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അതായത് നിങ്ങളോടുള്ള ആ ഒരു ഇമോഷൻസ് നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു ഫീലിങ്സ് എല്ലാം അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ചില സമയങ്ങളിൽ നിങ്ങൾക്ക് അവരെ കാണാനായിട്ട് വളരെയധികം ഒരു അർജ് തോന്നുന്നുണ്ടാവുക. അപ്പൊ ആ ഒരു സമയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സൺ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന ആ ഒരു ഇൻറ്റ്യൂഷനാണ് നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. ആ ഒരു പേഴ്സൺ ഒത്തിരി നിങ്ങളെ മിസ് ചെയ്യുന്ന ഒരു സമയങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് അവരെ കാണണം, അല്ലെങ്കിൽ അവർ വിളിച്ചതുപോലെ തോന്നുക, ഇങ്ങനെയൊക്കെ തോന്നുന്നത് ആ ഒരു ഇൻറ്റ്യൂഷൻസിന്റെ ഒരു കണക്ഷൻ നിങ്ങൾ തമ്മിലുണ്ട് എന്നിവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്ട്രോങ് മൈൻഡഡ് പേഴ്സൺ ആണ് നിങ്ങളുടെ പേഴ്സൺ എന്ന് നമ്മൾ ആദ്യമേ തന്നെ അത് മനസ്സിലാക്കിയിരുന്നു. വീണ്ടും ഈ ഒരു കാർഡിലൂടെ അത് നമുക്ക് യൂണിവേഴ്സ് പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, പേജ് ഓഫ് കപ്സ് ആണ് പിന്നെ വന്നിട്ടുള്ളത്. ഈ പേജ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയൊരു ഐഡിയ അല്ലെങ്കിൽ പുതിയൊരു ഓപ്പർച്യൂണിറ്റി ഈ നിങ്ങളിലേക്ക് എത്താനായിട്ട് അവർക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതൊരു നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഇമാജിനേറ്റ് ചെയ്ത് പ്ലാൻ ചെയ്ത് വളരെ കെയർഫുൾ ആയിട്ട് അവർ എക്സിക്യൂട്ട് ചെയ്ത് അവർ നിങ്ങളിലേക്ക് വരും എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ മനസ്സിലാകുന്നത്. അതാണ് യൂണിവേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പം അവർക്ക് അത് കുറെ ഇൻറ്റ്യൂഷനിലൂടെയൊക്കെ മനസ്സിലാക്കിയെടുത്ത കുറച്ച് കാര്യങ്ങളാണ് അവർ. ആ ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ആ ഐഡിയാസിലൂടെ നിങ്ങളിലേക്ക് അവരെത്തും. ഒരു കമ്മ്യൂണിക്കേഷനായിട്ട് ഒരു കോളോ മെസ്സേജോ ഒക്കെ നിങ്ങൾക്ക് വരാനുള്ള ചാൻസസ് ആണ് നമ്മളിവിടെ കാണുന്നത്. ഓക്കെ, പിന്നെ 9 ഓഫ് സോർഡ്സിന്റെ ഒരു കാർഡ് ഉണ്ട്. ഈ കാർഡ് എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ച് നെഗറ്റീവ് ഇവന്റ്സ് നമുക്ക് ഓൾറെഡി നമ്മൾ 5 ഓഫ് കപ്സിലും അത് കണ്ടിരുന്നു. കുറച്ച് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇനിയിപ്പോൾ ഈ ഒരു റീയൂണിയൻ സാധ്യമായാൽ തന്നെ, അല്ലെങ്കിൽ ഇതിനു മുന്നാണെങ്കിലും കുറച്ച് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ചിലരുടെയൊക്കെ ജീവിതത്തിൽ നടന്നു കഴിഞ്ഞിട്ടുണ്ടാവാം. അപ്പോൾ ആ ഒരു നടന്ന കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് നിങ്ങളുടെ പേഴ്സൺ വളരെയധികം വിഷമിക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങളും ഒരു മിററിങ് എനർജിയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. രാത്രി സമയങ്ങളിൽ ഇങ്ങനെയൊക്കെ ഈ റിലേഷൻ ഇത്രയും സ്നേഹത്തിലായിരുന്ന ഞങ്ങളുടെ ഇടയിൽ ഇത്രയും പ്രശ്നങ്ങളൊക്കെ എങ്ങനെ വന്നു, അല്ലെങ്കിൽ ഇത്രയും പ്രശ്നങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നുപോയി, ആ ഒരു ആൻസൈറ്റി, ആ ഒരു ദേഷ്യം, ഡിപ്രഷൻ, ഇതൊക്കെ അനുഭവിച്ച് ചിലപ്പോൾ ചില ആളുകൾ ഈ പറയുന്ന ഒരു സ്റ്റേജിലൂടെയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കാം ഈ ഒരു സമയത്ത്. അപ്പോൾ അതിനൊക്കെ ശേഷം നിങ്ങൾക്കൊരു ന്യൂ ബിഗിനിങ് എന്തായാലും ഉണ്ടാകും എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാകുന്നത്. അപ്പോൾ ആരെങ്കിലും ഒക്കെ ഈ ഒരു സ്റ്റേജിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ അതിൽ നിന്നൊക്കെ ഹീലായി പുറത്തേക്ക് വരാനായിട്ട് ശ്രമിക്കുക. കാരണം ഇനിയും നിങ്ങൾക്ക് പോകേണ്ടതായ വഴികൾ ഇഷ്ടംമാരുണ്ട്. പുതിയ സ്റ്റാർട്ടിങ്ങും ന്യൂ ബിഗിനിങ്ങും സെലിബ്രേഷനും ഒക്കെ നിങ്ങളെ തേടി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു ഷോർട്ട് ടൈം പീരീഡ് ആണ് എന്നുള്ള കാര്യം മാത്രം മനസ്സിലാക്കുക. നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സന്റെ എനർജിയും ഈ ഒരു എനർജിയിലൂടെ പോയതിനു ശേഷം മാത്രമാണ് അവരൊരു എഫേർട്ടും ഒരു പ്ലാനിങ്ങും ഒക്കെ ആയിട്ട് വീണ്ടും നിങ്ങളിലേക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ കോള് മെസ്സേജ് ഒക്കെ ആയിട്ട് വരാനുള്ള ചാൻസസ് ഉള്ളത്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ ക്യൂൻ ഓഫ് കപ്സിന്റെ എനർജി ഇവിടെ വരുന്നുണ്ട്. വളരെ കെയറിങ് ആയിട്ടുള്ള, ഇമോഷണലി വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് നിങ്ങളുടെ പേഴ്സൺ മാറും എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാകുന്നത്. അതായത് ആദ്യമൊന്നും ഇത്രയധികം ഒരു കെയറിങ്ങോ ഒന്നും ഉണ്ടായിരുന്നില്ല ഈ ഒരു പേഴ്സൺ. പക്ഷെ ഈ ഒരു സമയത്ത്
ഒത്തിരിയധികം ഒരു സ്നേഹവും കെയറിങ്ങും ഒക്കെ നിങ്ങൾക്ക് തരണം. ആ തരാതെ പോയ സ്നേഹത്തെക്കുറിച്ചും കെയറിങ്ങിനെ കുറിച്ചും ഒക്കെ ഓർത്തിട്ട് അവർ റിഗ്രറ്റ് ചെയ്യുന്നു, അവർക്ക് കുറ്റബോധം ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ഇനി ഒരു ശരിക്കും നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഒരു സപ്പോർട്ടീവായിട്ട് ഒരു കെയറിങ് ആയിട്ടൊക്കെ നിൽക്കാനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഒരു കമ്പാഷനേറ്റ് ആയിട്ടുള്ള ഒരു സിമ്പതിയൊക്കെ നിങ്ങളോട് തോന്നുന്ന ഒരു സമയമാണ് അവർക്ക്. ഒത്തിരി ഒരു ഇഷ്ടം, സ്നേഹം എല്ലാം ഒരു മിക്സഡ് ആയിട്ടുള്ള സിഗ്നൽസ് ഉള്ള ആ ഒരു എനർജിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതെല്ലാം നിങ്ങൾക്ക് തരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജി നമുക്കിവിടെ കാണുന്നുണ്ട്. ഓക്കെ, നമുക്ക് മാസ്റ്റർ കാർഡ് നോക്കുകയാണെങ്കിൽ 7 ഓഫ് വാൻഡ്സിന്റെ ഒരു കാർഡാണ് വന്നിട്ടുള്ളത്. ഇനി നിങ്ങളിലേക്ക് വന്നതിന് ശേഷം ഇനി എന്ത് പ്രശ്നങ്ങൾ വന്നാലും എന്ത് ചലഞ്ചസ് വന്നാലും അതിനെല്ലാം ഡിഫെൻസീവായിട്ട് നിന്ന് നിങ്ങളുടെ പേഴ്സൺ നേരിടും എന്നാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ അതോടൊപ്പം നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ മറ്റാളുകളുടെ തേർഡ് പാർട്ടി പോലെയുള്ള ആളുകളുടെ ഇന്റർഫിയറൻസോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ ആരെങ്കിലും ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്ത് തടസ്സങ്ങളായിക്കോട്ടെ, ഇതൊക്കെ കടന്നു വരുന്ന സമയത്ത് അവർ ചിലപ്പോൾ നിങ്ങളുടെ ഒപ്പം നിന്നിട്ടുണ്ടാവില്ല. ഇതുവരെയുള്ള സമയത്ത് നിങ്ങളോടൊപ്പം അവർ നിന്നിട്ടുണ്ടാവില്ല. ആ ഒരു തേർഡ് പാർട്ടിയോടൊപ്പം ആയിരിക്കാം അവർ പലപ്പോഴും നിന്നിട്ടുണ്ടാവുക. നിങ്ങളെ പലപ്പോഴും അവഗണിച്ച പോലെയൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇനിയുള്ള സമയങ്ങളിൽ, ഇനി വരുന്ന ആ ഒരു റീയൂണിയന് ശേഷം എപ്പോഴും അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിലകൊള്ളും. നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാനും നിങ്ങൾക്ക് ഉപദ്രവിക്കാൻ വരുന്നവർക്കെതിരെ നിൽക്കാനുമാണ് അവർ ശ്രമിക്കുക. അങ്ങനെ അവരിൽ ഒരു വലിയ മാറ്റം ഇവിടെ സംഭവിക്കുന്നു. ഈ ഒരു ക്യൂൻ ഓഫ് കപ്സിൽ തുടങ്ങിയത് ആ ഒരു മാറ്റം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. വളരെ ഒരു സ്നേഹത്തിലേക്ക് അവർ മാറും എന്നുള്ളതാണ്. ആരെങ്കിലും നിങ്ങളെ അറ്റാക്ക് ചെയ്യുകയോ ഹരാസ് ചെയ്യുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് അവരെ അല്ലെങ്കിൽ നിങ്ങളെ ബ്ലെയിം ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും രീതിയിൽ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സംഭവങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ സ്ട്രോങ് ആയിട്ട് അതിനെ ഡിഫെൻഡ് ചെയ്ത് നിൽക്കും എന്നുള്ളതാണ്. നമുക്ക് നിങ്ങളോടൊപ്പം ചേർന്ന് നിങ്ങൾക്കൊരു കരുതലും തണലുമായിട്ട് അവരെന്നും കൂടെ ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ ഉറപ്പായിട്ടും നമ്മളിവിടെ നോക്കിയത് നിങ്ങൾക്കൊരു കോൾ ഓർ മെസ്സേജ് ഈ ഒരു പേഴ്സണിൽ നിന്ന് ലഭിക്കുമോ എന്നുള്ളതാണെങ്കിൽ കൂടിയും നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് വീണ്ടും റീയൂണിയനിലേക്ക് പോകുന്നു. അപ്പോൾ ഉറപ്പായിട്ടും ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സെപ്പറേഷനിലായിരിക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യം കൂടി നമുക്കൊന്ന് നോക്കാം. ഓക്കെ, സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഓക്കെ, ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്നുള്ളൊരു കാര്യം നമുക്ക് നോക്കാം. ഓക്കെ, സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഓക്കെ, സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഓക്കെ, ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്നൊരു കാര്യമാണ് നമ്മളോട് നോക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് മെസ്സേജ്, ലവിങ് യു ഫീൽസ് ലൈക്ക് കമ്മിങ് ഹോം. ഓക്കെ, നിങ്ങളെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു വീട്ടിലേക്ക് തിരിച്ചെത്തുന്നത് പോലെ അതൊരു ഹോം ഫീലിംഗ് ആണ് അത് തരുന്നത് എന്നാണ് ഈ ഒരു പേഴ്സൺ പറയുന്നത്. ഐ ലവ് യു മോർ ഡീപ്ലി ദാൻ വേർഡ്സ് ക്യാൻ എവർ ഫുള്ളി എക്സ്പ്രസ്. ഓക്കെ, വാക്കുകൾക്ക് പറയാനായിട്ട് സാധിക്കാത്തതിനേക്കാൾ അധികമായിട്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നാണ് ഈ ഒരു പേഴ്സൺ പറയുന്നത്. യു ആർ മൈ ടിൻ ഫ്ലെയിം. നിങ്ങൾ ഒരു ടിൻ ഫ്ലെയിം കണക്ഷൻ ആണ് എന്നവർ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നു. ഓക്കെ, ഐ ഫീൽ റൊമാൻറ്റിക് ഫോർ യു. ഒത്തിരി റൊമാൻറ്റിക് ഫീലിങ്സ് ഒക്കെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് തോന്നുന്നുണ്ട് എന്നുള്ളതാണ്. ഐ ഹോപ്പ് ദ ഫ്യൂച്ചർ വിൽ ബ്രിങ് അസ് ടുഗെദർ. ഓക്കെ, ഫ്യൂച്ചറിൽ നമ്മൾ ഒരുമിച്ച് ചേരും എന്ന് ഞാൻ വളരെയധികം പ്രതീക്ഷിക്കുന്നു എന്നൊരു പേഴ്സൺ പറയുകയാണ്. യു ഹാവ് ബീൻ എ ബ്ലെസ്സിങ് ഇൻ മൈ ലൈഫ്, സോ താങ്ക്ഫുൾ ഫോർ യു. ഓക്കെ, നിങ്ങൾ അവരുടെ ലൈഫിൽ ഏറ്റവും ഒരു അനുഗ്രഹമാണ്, അവർക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട് അവർ കാണുന്നു. അതിന് അവരൊത്തിരി നന്ദി പറയുകയാണ് ഈ ഒരു സമയത്ത്. വിതൗട്ട് യു ഐ ആം നത്തിങ്. ഓക്കെ, നിങ്ങളില്ല എന്നുണ്ടെങ്കിൽ അവർ ഒന്നുമല്ല എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ പറയുന്നത്. ഐ എം സോറി മൈ ഡിയർ, ഐ നീഡ് ടു ടോക്ക്. ഓക്കെ, ഇതാണ് നമുക്ക് വേണ്ടത്. നമ്മളിവിടെ ചോദിച്ചതും അത് തന്നെയാണ്. ഈ ഒരു സമയത്ത് അവർ നിങ്ങളോട് സോറി ചോദിക്കുന്നു, അതോടൊപ്പം തന്നെ നിങ്ങളോട് സംസാരിക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങളിലേക്ക് ഒരു കോൾ ഒരു മെസ്സേജ് ഒക്കെ വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസും കൂടെ എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടുന്നത് ടാറ്റു ആർട്ട് ചെയ്തിട്ടുള്ള വ്യക്തിയായിരിക്കാം. 1996 എന്ന് പറയുന്നൊരു വർഷം. ഷോർട്ട് ഹെയർ ആയിരിക്കാം. നമ്പർ 22 639 എന്ന് പറയുന്ന ഏഞ്ചൽ നമ്പർ കിട്ടുന്നുണ്ട്. പെയിന്റിങ് 1986 മാർച്ച് മന്ത്. ആർട്ടിസ്റ്റ് നെയിൽ പോളിഷ്, ടെക്, ക്രിക്കറ്റ് 1987, abroad, driver, singing, തിരുവനന്തപുരം ജില്ല. നമ്പർ 2 true love 1982. നമ്പർ 5
നമ്പർ 51 ഇടുക്കി ഡിസ്ട്രിക്റ്റ് പാലക്കാട് ജില്ല. നമ്പർ 25 എറണാകുളം ജില്ല 1982. Letter X 1975. Number 49 1988. Letter M ബേക്കർ എന്നൊരു ക്ലൂ വരുന്നുണ്ട്. നമ്പർ 30, നമ്പർ 34. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്ത് അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമന്റ് സെക്ഷനിൽ ഹൈപ്പ് കൂടി ഒന്ന് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.